ഒരു കുടുംബമായിട്ട് ഒരു കുർബാനയിൽ പോയി പങ്കെടുക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, ഇപ്പോൾ ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് തലേദിവസമേ ഒരുങ്ങി അതുകൊണ്ട് തീർന്നെന്ന്. അങ്ങനെയല്ല. കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരുക്കത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ കുർബാനയിൽ അവിടെ നിൽക്കുന്നു, പക്ഷേ നമ്മുടെ ചിന്തകൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം, അല്ലേ? അപ്പം നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ചന്ദ്രനിലെ കാര്യമാണ്. നിങ്ങളെല്ലാവരും നല്ല ഉഷാറായിട്ടാണ് കുർബാനയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചന്ദ്രനിൽ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ, അപ്പോൾ അവർ ചിലപ്പോൾ ചിന്തിക്കും, എന്താണ് ചിന്തിക്കുന്നത്? വീട്ടിൽ ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചിയെടുത്ത് പുറത്ത് വെച്ചിട്ടാണോ പോകുന്നത്? കഥ പൂട്ടിയിട്ടാണോ പോകുന്നത്? ഗ്യാസ് ഓഫ് ചെയ്തായിരുന്നോ? ഇനി വണ്ടിയെ ഇറങ്ങിയപ്പോൾ വണ്ടി ലോക്ക് ചെയ്തായിരുന്നോ? വീട് പൂട്ടിയോ എന്ന് അച്ചായന്മാരൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളും, അല്ലെങ്കിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എത്ര ചിന്തകളാണല്ലേ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ. അപ്പോൾ ഈ ചിന്തകളെയൊക്കെ നമുക്ക് ഒരു വിധത്തിൽ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിനുവേണ്ടി ആദ്യം നമ്മുടെ കയ്യിലൊരു ഉറക്കെ പറ, കുർബാന പുസ്തകം പിടിക്കണം. പ്രിയപ്പെട്ടവരെ, കുർബാന പുസ്തകം പിടിക്കണം. നമ്മൾ അതിൽ ഒരു മടിയും വിചാരിക്കരുത്. ഞാൻ എവിടെ, എൻ്റെ ഇടവക പള്ളിയിലാകട്ടെ, അല്ലെങ്കിൽ എവിടെങ്കിലും പരിശുദ്ധ കുർബാന അർപ്പണത്തിന് പോയി നിൽക്കുമ്പോഴാകട്ടെ, നമ്മുടെ കയ്യിൽ ഒരു കുർബാന പുസ്തകം നമ്മൾ പിടിക്കണം. അതിൽ നമ്മൾ ഒരു മടിയും വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യമല്ല, ചന്ദ്രനിലെ കാര്യമാണ്. പറയട്ടെ, നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത, അല്ലേ, നമ്മൾ ഇനി ഉടുത്തു മാറാത്ത എത്രയോ സാരികളാണ് നമ്മുടെ അലമാരയിൽ ഇരിക്കുന്നത്. പക്ഷെ ഇതുവരെയും സ്വന്തം പേരെഴുതിയ, ഞാൻ പറയും സ്വന്തം പേരെഴുതിയ ഒരു കുർബാന പുസ്തകം 100 രൂപ കൊടുത്ത് നമുക്ക് ഇതുവരെയും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, സ്വന്തം പേരെഴുതിയ ഒരു ബൈബിൾ, ഒരു ക്രിസ്ത്യാനി, ശ്രദ്ധിച്ചേ, ക്രിസ്ത്യാനി എന്ന ലേബലിൽ നമ്മൾ 25-50 വർഷമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നമുക്ക് ഇതുവരെ സ്വന്തം പേരെഴുതിയ ഒരു കുർബാന പുസ്തകം, സ്വന്തം പേരെഴുതിയ ഒരു ബൈബിൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ചന്ദ്രനിലുള്ളവരോട് ഷെയ്മല്ലേ നമുക്ക്? അതുകൊണ്ട് നമ്മൾ അതിലൊരു മടിയും വിചാരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം കാര്യങ്ങളാണ് സ്വന്തമായിട്ടുള്ളത്. ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ എത്ര ഭവൻ്റെ ആഭരണങ്ങളാണ് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അല്ലേ? ഒരു കല്യാണം വരുമ്പോൾ വളകൾ എത്ര എണ്ണമാണ്, മാലകൾ എത്ര എണ്ണമാണ് നമ്മൾ തൂക്കി നടക്കുന്നത്. എന്നാൽ ആ കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ കുർബാനയിൽ നമ്മളൊരു കുർബാന പുസ്തകം പിടിക്കുമോ? വധുവരന്മാർ പിടിക്കുമോ? പിടിക്കണം പ്രിയപ്പെട്ടവർ, പിടിക്കണം. നമ്മൾ അതിലൊരു മടിയും വിചാരിക്കരുത്. അപ്പം ഒരു കുർബാന പുസ്തകം പിടിക്കുക എന്ന് പറയുന്നത് ഒരുക്കത്തിൻ്റെ, കേട്ടോ, ഒരുക്കത്തിൻ്റെ. പിന്നെ നമ്മുടെ ഈ ചിന്തകൾ പോകുമ്പോൾ നമ്മളെ ഈ ഒരുക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഒരു പുള്ളി നിൽപ്പുണ്ട്. ആരാണത്? ആരാ? അൾത്താര ബാലന്മാർ, കേട്ടോ, അൾത്താര ബാലന്മാർ. അവരെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. ഇല്ലടാ, പറയത്തില്ലേ? ഹൃദയം കൊണ്ട് നിങ്ങൾ പിന്നെന്താണ് പറയുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പും ഈ ശുശ്രൂഷ അവിടെ നിന്ന് ഉറക്കെ വിശ്വാസികളോട് പറയും, നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. അപ്പം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഉച്ചത്തിൽ പാടും, ശബ്ദമുയർത്തി പാടിടുവിൻ, അല്ലേ, സർവർ. അപ്പം നമ്മളെല്ലാവരും കൂടെ പരിപാവനനാ സർവേശ എന്നുറക്കെ നമ്മൾ പാടണം. ശുശ്രൂഷയാണത് പാടേണ്ടത്, ജനങ്ങളല്ല, കേട്ടോ. ശുശ്രൂഷ അത് പാടി തരുമ്പോൾ നമ്മൾ പറയാണ്, ശബ്ദമുയർത്തി പാടിടുവിനെന്ന് നമ്മളോടാണ് പറയുന്നത്. നമ്മളോട് പറയുമ്പോൾ നമ്മൾ പറയും, കർത്താവ്, ഞങ്ങളുടെ കർത്താവ് പരിശുദ്ധനാണ്, ഞങ്ങളുടെ ദൈവം പരിശുദ്ധനാണ് എന്ന് നമ്മൾ ഉറക്കെ പാടുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടി അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നിങ്ങളുടെ കാര്യമല്ല, ചന്ദ്രനുള്ളവർ പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോകുമ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുതിയതായിട്ട് നമ്മളൊരു കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ. മക്സാനിസ എന്ന് പറയും, വിശറുമണി, അല്ലേ? അത് കിളിക്കുമ്പം പെട്ടെന്ന് നമ്മൾ ശ്രദ്ധ വരത്തില്ലേ? ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എബോവ് 50% നമ്മുടെ ചിന്തകളെ കുർബാനയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനിയുണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കട്ടെ. ജസ്റ്റേഴ്സ്, നമ്മൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ ജസ്റ്റേഴ്സ് ഉണ്ട്. അതിലൊന്ന്, വിരി വലിക്കുന്ന സമയത്ത് സർവാധിപന എന്ന ഗീതം ആലപിക്കുമ്പോൾ, മദ്ബഹ വിരി വലിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തല കുമ്പിടുക എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ ഇതല്ല കുമ്പിടിയിൽ, കേട്ടോ. ഇങ്ങനല്ല കുമ്പിടുന്ന കണ്ടോ, ഇങ്ങനെ ആചാരം ചെയ്യാണ് വേണ്ടത്, കണ്ടോ. പ്രോപ്പറായിട്ട് ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഒരു മടിയും വിചാരിക്കരുത്, കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ജസ്റ്ററുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, വിശുദ്ധ കുർബാനയിലുടനീളം നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എല്ലാ പ്രാർത്ഥനയും, ഒട്ടുമിക്ക എല്ലാ പ്രാർത്ഥനയും എന്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമുക്ക് അപ്പോൾ ചെയ്യാവുന്ന ഒരു ജസ്റ്ററുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ വലത് കൈ ഉയർത്തുന്നു, 3 വിരൽ ഒരുമിച്ച് പിടിക്കുന്നു. 3 വിരൽ ഒരുമിച്ച് പിടിക്കുന്നത് ദൈവം ഒന്ന് എന്ന് കാണിക്കാം. ദൈവം ഒന്ന്, ദൈവത്തിൽ 3 ആൾ, കണ്ടോ. ദൈവം ഒന്ന്, ദൈവത്തിൽ 3 ആൾ. ദൈവത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അതാണ് 2 വിരൽ മടക്കി പിടിക്കുന്നത്.
2 വിരൽ മടക്കി പിടിക്കുന്നു, 3 വിരൽ ഒരുമിച്ച് ഉയർത്തിപ്പിടിക്കുന്നു. ഈ ഉള്ളം കൈ സൂചിപ്പിക്കുന്നത് സഭയാണ്. അപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങളെ നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മളുടെ മേൽ സ്ലീവാടെ അടയാളം വരയ്ക്കുമ്പോൾ ദൈവം ഒന്ന്, ദൈവത്തിൽ 3 ആള്, ദൈവത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തൻപരാൻ ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ 3 ആളുകളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലെ 2ാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം പിതാവും മനുഷ്യനും ദൈവവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്? പിതാവിൻ്റെയും എന്ന് പറയുമ്പോൾ നെറ്റിയിൽ നിന്ന് എവിടെത്തി? ചങ്കിലെത്തി. പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ എവിടെത്തി? വലത്തെ തോളിലെത്തി. പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ എവിടെത്തി? ഇടത്തെ തോളിലെത്തി. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. പിതാവിൻ്റെയും വരച്ചേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഇപ്പോൾ ഒരു കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ജസ്റ്ററാണിത്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധ പതറിപ്പോയിട്ടുണ്ടാകും. പെട്ടെന്ന് ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ മേൽ തന്നെ സ്ലീവാടെ അടയാളം വരയ്ക്കുന്നു. സ്ലീവാടെ അടയാളം നമ്മുടെ മേൽ വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് വരയ്ക്കുന്നത് ഒരിക്കലും നമ്മൾ മടി കാണിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ സ്ലീവാടെ അടയാളം വരച്ച് എല്ലാ കുർബാനയിലും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അച്ഛന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുർബാനയെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സമീപിക്കാനും കുറച്ചുകൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി മാറ്റാനും നമുക്ക് സാധിക്കും. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെ പെട്ടെന്നൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. 1 മിനിറ്റ് കൊണ്ട്. നമ്മൾ കണ്ടത് കുർബാന എന്ന് പറയുന്ന പദം വന്നിരിക്കുന്നത് സുറിയാനി പദത്തിൽ നിന്നാണ്. സുറിയാനിയിൽ മൂലപദം റവ് എന്ന് പറയുന്ന പദമാണ്. അതിന് 4 അർത്ഥങ്ങളുണ്ട്. 1ാമത്തെ അർത്ഥം സമീപത്തേക്ക് വരിക, 2ാമത്തെ അർത്ഥം ഉയർത്തുക, 3ാമത്തെ അർത്ഥം ബലിയാണ്, സാക്രിഫൈസ് ആണ്, 4ാമത്തെ അർത്ഥം ആഘോഷമാണ്. അല്ലേ? 1ാമത്തെ അർത്ഥത്തിലാണ് കരിക്കട്ടയും തീക്കട്ടയും അച്ഛൻ പറഞ്ഞു. 2ാമത്തെ അർത്ഥത്തിൽ ഉയർത്തുക എന്ന് പറയുന്നത് തന്നെ 3 അർത്ഥങ്ങൾ അച്ഛൻ പറഞ്ഞു. 3ാമത്തെ അർത്ഥത്തിൽ ഈശോയുടെ ബലി സ്വയം ബലിയായിട്ട് തീരുന്ന ബലിയാണെന്ന് പറഞ്ഞു. 4ാമത്തെ അർത്ഥം സെലിബ്രേഷൻ, ഒരുക്കവും സന്തോഷമുണ്ട്. ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുർബാനയിൽ കുറച്ചുകൂടി സജീവമായിട്ട് പങ്കെടുക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.